JEE 2024 Phase 1 January 30th Shift 1 Question number 27 Section B ആണെന്നറിയാലോ. A capacitor of capacitance C and potential V has an energy E. അപ്പം തന്നെ നമുക്ക് കൊടുക്കാം E equal to half Z V square. സെറ്റല്ലേടാ. Another it is connected to another capacitor of capacitance 2Z. അപ്പോൾ C1 ഈക്വൽ ടു C അവർ തന്നിട്ടുണ്ട്, V1 ഈക്വൽ ടു V അവർ തന്നിട്ടുണ്ട്, C2 ഈക്വൽ ടു 2Z, V2 ഈക്വൽ ടു 2V. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മക്കളൊന്ന് വായിക്കും. ദ ലോസ് ഓഫ് എനർജി. ഇത് ആക്ച്വലി ചെയ്യേണ്ടത് NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. NCERTയിൽ എന്തോ ഒരു പൈക്കോ ഫാരഡ് എന്നൊക്കെ പറഞ്ഞൊരു പ്രോബ്ലം ഒരു NCERTയുടെ ബോട്ടത്തിലായിട്ട് കിടപ്പുണ്ട്. അതിൻ്റെ സൊല്യൂഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ഇനിഷ്യൽ എനർജി കണ്ടുപിടിക്കും, രണ്ടാമത്തെ കപ്പാസിറ്റി ഇനിഷ്യൽ എനർജി കണ്ടുപിടിക്കും, രണ്ടും തമ്മിൽ ആഡ് ചെയ്യും, ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ ഇനിഷ്യൽ എനർജി കണ്ടുപിടിച്ചു. ഇനി കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. V കോമൺ ഈക്വൽ ടു C1 C2 ഡിവൈഡ് പ്ലസ് C1 V1 പ്ലസ് C2 V2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. പിന്നെ C എഫക്റ്റീവ് കണ്ടുപിടിക്കുക, C1 പ്ലസ് C2. അങ്ങനെ ഹാഫ് C1 പ്ലസ് C2 ഇൻറ്റു C1 V1 പ്ലസ് C2 V2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ എനർജി ഫൈനൽ കിട്ടും. അതിൻ്റെ ഡിഫറൻസ് എടുത്താലാണ് നമുക്ക് ലോസ് ഓഫ് എനർജി കിട്ടണത്. അത്രയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചടങ്ങാ മക്കളെ. അപ്പോൾ ലോസ് ഓഫ് എനർജി വർക്കിൽ, റൊട്ടേഷനിൽ, ഈ ചാപ്റ്ററിൽ, എല്ലാ ചാപ്റ്ററിലും നമ്മൾ ലോസ് ഓഫ് എനർജിക്ക് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ലോസ് ഓഫ് എനർജി ഈക്വൽ ടു, ഈ ചാപ്റ്ററിൽ അത് ഹാഫ് C1 C2 ആണ്. ആ സിക്ക് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയാൽ എന്തായി? റൊട്ടേഷനിലെ ലോസ് ഓഫ് എനർജി ആയി. ഇത് C1 പ്ലസ് C2 ആണ് ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ആണ്. V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ അല്ല. അതിന് ഒരു ഒമേഗ ആയാൽ നമുക്ക് റൊട്ടേഷനിലെ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കും. ഇതുപോലെ തന്നെ കൊളീഷനൊക്കെ കണ്ടുപിടിക്കാം കൈനറ്റിക് എനർജിയുടെ ടൈമിൽ. അപ്പോൾ ഇക്വേഷൻ എന്താ? ലോസ് ഓഫ് എനർജിയുടെ ഷോർട്ട് ഇക്വേഷൻ എന്താ? ഹാഫ് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ മക്കളെ? ഇസ് ഈക്വൽ ടു ഹാഫ് C1 C ആയിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് 2C ആണ്. അപ്പോൾ ഇത് 3C ആണ്. ഇത് V1 എന്ന് പറയുന്നത് 2, അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ V1 മൈനസ് V2 എന്ന് പറയുന്നത് 2V മൈനസ് V എന്ന് പറയുമ്പോൾ V സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വെക്കോളും. ഇതിൽ ഞാനൊന്ന് കളർ ചെയ്യാൻ പോവുക. ഹാഫ് C V സ്ക്വയറിന് വരെ E കൊടുക്കാം. ഈ സാധനമാണ് E ആയിട്ട് വന്നത്. ഓക്കെ, ഇനി ഒരു സിയും ഒരു സിയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 2/3C ആണ് ആൻസർ. അപ്പോൾ ആൻസർ 2/3ZE. ആൻസർ 2/3CE ഉണ്ടോ നോക്കാം. 2/3 C വേണ്ടല്ലോ, C ഉൾപ്പെടെയല്ലേ പോയത്, E ആണ്. C കളർ ചെയ്തതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ 2/3E ആണ് മക്കൾ, 2/3E. ഓക്കെ അല്ലേ? അപ്പോൾ 2 ആണ് എക്സിൻ്റെ സ്ഥലത്ത് കിടക്കുന്ന ആൻസർ. 2 നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ഇക്വേഷൻ ഹാഫ് C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു.